ഖലീഫ ഖറാമിൻ ബിൻ നബി മുഹയ്യമ. ഖലീഫ ഖറാമിൻ ഒരു വിടാത്ത, ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു പ്രേമത്തിന് കീഴ്പ്പെടാനല്ലാതെ എൻ്റെ ഹൃദയം സമ്മതിച്ചില്ല. എന്താ ഖറാം? ഖറാം എന്നാൽ നൗഉം മിനൽ ഹുബ്ബില്ലദീ യസ്ലു ഇല തഅല്ലുഖ് ബിൽ മഹ്ബൂബി ലിദറജത്തിൻ യസ്അബു മുഫാറഖതുഹു എന്നാണ് അതിന് അറബിയിൽ ഭാഷയിൽ കൊടുത്തിട്ടുള്ള അർത്ഥം. നൗഉം മിനൽ ഹുബ്ബി അത് പ്രേമത്തിൻ്റെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്ത് എന്തിനേക്കാളും ഉള്ളൊരു പ്രേമമാണ് പുണ്യ റസൂലിനോടുള്ള പ്രേമം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിൽ ഈമാൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഭാര്യയോടുള്ള പ്രേമത്തിൻ്റെയും മേലെയാണ്, കാമുകിയോടുള്ള പ്രേമത്തിൻ്റെ മേലെയാണ്, ഈ പ്രപഞ്ചത്തിലെ ഏതൊന്നിനോടുമുള്ള പ്രേമത്തിൻ്റെ മേലെയാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേമം, തങ്ങളോടുണ്ടാവേണ്ട പ്രേമം. ആ പ്രേമം ഓരോ ആളുകൾക്കും അവരുടെ ഈമാൻ അനുസരിച്ച് കുറഞ്ഞും കൂടിയും ഇരിക്കും, കുറഞ്ഞിരിക്കും കൂടിയിരിക്കും. അതിന് വല്ലാത്ത തലങ്ങളിലേക്ക് അങ്ങനെ ഓരോരുത്തരും ഈമാൻ അനുസരിച്ച് അത് കയറിപ്പോകും. എന്നാൽ ഇതിനെല്ലാം മൊത്തത്തിൽ മഹബ്ബത്ത് എന്ന് പറയും. എന്നാൽ സൂഫിയുടെ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഹുബ്ബാണ്. സയ്യിദുന സിദ്ദീഖിൻ്റെ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു ഹുബ്ബാണ്. അത് സാധാരണ ഹുബ്ബല്ല. നമുക്ക് തവക്കുലുണ്ട്, സിദ്ദീഖിനും തവക്കുലുണ്ട്. പക്ഷേ സിദ്ദീഖിൻ്റെ തവക്കുൽ എന്നാൽ നമ്മുടെ തവക്കുൽ പോലെയല്ല. സിദ്ദീഖിൻ്റെ തവക്കുൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതിനേത് പദം കൊണ്ട് പറഞ്ഞാലും ആ പദത്തേക്കാൾ മികച്ചു നിൽക്കും അത്. എന്നാൽ മൊത്തത്തിൽ അതിനെ തവക്കുലെന്നും മഹബ്ബത്തെന്നും പറഞ്ഞേക്കും. എന്നാൽ മഹബ്ബത്തിനെ നമ്മൾ വേറിട്ടെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കാമുകിയോടുള്ള പ്രേമത്തെക്കാളും ഭാര്യയോടുള്ള പ്രേമത്തെക്കാളും പ്രപഞ്ചത്തിൽ എന്തിനോടുള്ള പ്രേമത്തെക്കാളും മികച്ച പ്രേമമാണ് സിദ്ദീഖുൽ അക്ബറിൻ്റെ പ്രേമം. അല്ലെങ്കിൽ അതിൻ്റെ പിൽക്കാലഘട്ടത്തിൽ വന്ന ആശിഖീങ്ങളുടെ മുഴുവനും പ്രേമം അങ്ങനെയാണ്. ആശിഖീങ്ങൾക്ക് മുഴുവനും അവരുടെ മനസ്സിൻ്റെ സന്തോഷം പുണ്യ റസൂലാണ്. അത് വല്ലാത്തൊരു മഹബ്ബത്തിൻ്റെ ഒരു സൂപ്പർലറ്റീവായ അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട സ്വലാത്തു താജിൽ ആശിഖീങ്ങളെ പറ്റി പറയുന്നിടത്ത് പറയുന്നത് റാഹത്തുൽ ആശിഖീൻ എന്ന്. ആശിഖീങ്ങൾക്ക് റാഹത്താണ്. നൂറ്റാണ്ടുകൾ അനവധിയായി ഇവിടെ ചൊല്ലി വരുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തു താജ്. അതിൻ്റെ ഫളായിലുകൾ ലോകം കണ്ട മഹാന്മാർ പറഞ്ഞതിന് കയ്യും കണക്കുമില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മൗലാന മുഹമ്മദിൻ സ്വാഹിബി താജ് വൽ മിഅറാജ് വൽ ബുറാഖ് വൽ അലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്ഫൂഉൻ മൻഖൂശുൻ ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അറബി വൽ അജം جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كف الوراء مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين راحة العاشقين. ആശിഖീങ്ങളാരാ? ജമീഉൽ മുഅ്മിനീൻ. ഇഷ്കുണ്ടായാലേ ഈമാനുണ്ടാകൂ. അവർക്ക് റാഹത്താണ്. നൂറ്റാണ്ടുകൾ അനവധിയായി ചൊല്ലി വരുന്നൊരു സ്വലാത്താണ് ഇത്. മുഅ്മിനുകൾ വളരെ നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല, പറയാം. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഇവിടെ ഖറാമി എന്ന പദമാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് പറയുന്നത്. ആശിഖിന് റാഹത്ത് മുഹമ്മദ് മുസ്തഫ. ഖറാമുള്ളവൻ്റെയും റാഹത്ത് മുഹമ്മദ് മുസ്തഫയാണ്. അല്ലാത്ത ഒന്നിനും മനസ്സടങ്ങൂല, ഒന്നിനും മനസ്സ് കീഴ്പ്പെടൂല. അബൽ ഖൽബു ഇല്ലാ അൻ യകൂന മുതയ്യമാ ഖലീഫ ഖറാമിൻ ബിൻ നബി മുഹയ്യമ. ഖറാം എന്നാൽ നൗഉ മിനൽ ഹുബ്ബി,
ഒരു വല്ലാത്ത പ്രേമമാണ്. അല്ലദീ എങ്ങനെയുള്ള പ്രേമമെന്നോ യസ്ലു ഇല തഅല്ലുഖ് ബിൽ മഹ്ബൂബ് മഹ്ബൂബിനോടുള്ള ഒരു പ്രത്യേകമായ ബന്ധത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് അതങ്ങനെ കയറി വരും. ആ മഹ്ബൂബിനോടുള്ള ആ ബന്ധം വളരും. ഈ ദറജത്തിന് ഒരു ദറജയിലേക്ക് വളരും, ഒരു സ്റ്റേജിലേക്ക് വളരും. ആ സ്റ്റേജ് എന്താ? യസ്അബു മുഫാറഖതുഹു, പിന്നെ ആ മഹ്ബൂബിനോട് വിട്ടുപിരിയാൻ കഴിയൂല. ആ മഹ്ബൂബിനോട് ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയൂല. ഞാൻ ഇന്നലത്തെ പ്രഭാഷണത്തിൽ, ഇന്നലത്തെ വിശദീകരണത്തിൽ നിങ്ങളോട് പറഞ്ഞു, ഒരു മുഅ്മിനിന് നിങ്ങൾക്കത് മഹബത്ത് എന്ന് പറയാം. ആ മഹബത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് എത്ര ആയാലും മഹബത്താണ്. പക്ഷേ അതിനുള്ളിൽ മഹബത്തിൽ വ്യത്യസ്തമായ ദറജകളുണ്ട്. ഇഷ്കൊരു ദറജയാണ്, ഖറാമൊരു ദറജയാണ്. അങ്ങനെ 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 അത് കയറിപ്പോകും. അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. എന്നാൽ മൊത്തത്തിൽ അതിന് മഹബത്ത് എന്ന് പറയുകയും ചെയ്യും. വളരെ ചിന്തിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായതിന് ശേഷം ഈ ലോകത്ത് ജനിച്ച് മരിക്കുന്ന സകല മുഅ്മിൻ, ആ മുഅ്മിനല്ല മുഅ്മിനിൻ്റെയും ഒരു ഈമാൻ എന്നാൽ ഒരു ദുഃഖമാണ്. എന്താണ് ആ ദുഃഖം? പുണ്യ റസൂലിനെ കണ്ടില്ലല്ലോ. പുണ്യ റസൂൽ ആ കണ്ണുകൊണ്ട് എന്നെ കണ്ടില്ലല്ലോ. പുണ്യ റസൂലിൻ്റെ ആ കണ്ണുകൊണ്ട് എന്നെ കണ്ടില്ലല്ലോ. പുണ്യ റസൂലിൻ്റെ കണ്ണുകൊണ്ട് എന്നെ ഒന്ന് നോക്കിയില്ലല്ലോ. ആ കാലത്ത് ഞാൻ ജീവിച്ചില്ലല്ലോ. ആ കണ്ണുകൊണ്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കവിതയുണ്ട്. ലം യഖ്ലിഖിർ റഹ്മാനു ഫിൽ ആലമീ കനൂരി ഐനൈ അബിൽ ഖാസിമി ലം യഖ്ലുഖിർ റഹ്മാനു ഫിൽ ആലമീ കനൂരി ഐനൈ അബിൽ ഖാസിമി ലം യഖ്ലുഖിർ റഹ്മാൻ, റഹ്മാനായ രക്ഷിതാവ് സൃഷ്ടിച്ചിട്ടില്ല ഫിൽ ആലമി, ഈ ഭൂലോകത്തെവിടെയും. എന്തുപോലെ? കനൂരി ഐനൈ അബിൽ ഖാസിമി ലം യഖ്. ആരാ ഇത് പറയുന്നത്? മഹാനായ അഹ്മദുൽ കബീർ അർ-റിഫാഇ റളിയല്ലാഹു അൻഹു അവരുടെ കവിതയാണ്. ലം യഖ്ലുഖിർ റഹ്മാനു ഫിൽ ആലമി കനൂരി ഐനൈ അബിൽ ഖാസിമി ലം യഖ്ലുഖിർ റഹ്മാൻ, അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ഫി ആലം, ഈ ലോകത്തെവിടെയും അള്ളാഹു സുബ്ഹാനഹു ഫിൽ ആലം, ഈ ലോകത്തെവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. കനൂരി ഐനൈ അബുൽ ഖാസിമി, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രണ്ട് കണ്ണിലൂടെ പുറത്തു വന്ന പ്രകാശം പോലെ ഒന്നിനെയും അള്ളാഹു പടച്ചിട്ടേയില്ല. യാ അല്ലാഹ്, ഇപ്പം എന്താ ദുഃഖം? ആ കണ്ണ് എൻ്റെ മേലൊന്ന് വീണില്ലല്ലോ. അതെന്താ? ആ ദുഃഖാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈമാനൊരു ദുഃഖാണ്. ഹബീബായ റസൂൽ വഫാത്തായത് മുതൽ അന്ത്യനാൾ വരെയുള്ള മുഅ്മിൻ ഒരു ദുഃഖത്തിലാണ്. അല്ലാതെ എന്ത് ദുഃഖമാണ് അവർക്ക്? നിസ്കരിക്കണില്ലേ? ഉണ്ട്. നോമ്പെടുക്കണില്ലേ? ഉണ്ട്. ഖുർആൻ ഓതുന്നില്ലേ? ഉണ്ട്. അതൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ എന്തില്ല? ആ കണ്ണുകൊണ്ടത് നോക്കാൻ കഴിഞ്ഞില്ല. ആ കണ്ണിൻ്റെ മന്ദറിൽ ഒന്നും നിൽക്കാൻ കഴിഞ്ഞില്ല. അതാണ് എല്ലാവരും. അതാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ അവിടെ പോയി ചൊല്ലുന്ന ബെയ്ത്തും അത് തന്നെയാണ്. ഞാനിവിടെ വന്നു, ഈ റൗളയിലേക്ക് നോക്കുന്നു. പക്ഷേ ആ റൗളക്ക് പുറത്ത് ഇരുന്നിട്ട് അങ്ങ് എന്നെ ആ ജീവിതകാലത്തുള്ള ആ കണ്ണുകൊണ്ടൊന്ന് നോക്കി എന്നെ സ്വഹാബിയാക്കിയില്ലല്ലോ, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചില്ലല്ലോ. قد من الله على المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم. എന്നെ ശുദ്ധീകരിച്ചില്ലല്ലോ, എന്നൊന്ന് ശുദ്ധീകരിച്ചില്ലല്ലോ. ചിന്തിക്ക്. കനൂരി ഐനൈ ലം യഖ്ലുഖിർ റഹ്മാനു ഫിൽ ആലമി കനൂരി ഐനൈ അബിൽ ഖാസിമി
ലം യഖ്ലുഖിർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് പടച്ചതേ ഇല്ല. ഫിൽ ആലം, ഈ ഭൂമിയിൽ എവിടെയും കനൂരി ഐനൈ അബുൽ ഖാസിം, അബുൽ ഖാസിമിൻ്റെ കണ്ണിൽ നിന്ന് പുറത്തു വന്ന ആ പ്രകാശം പോലെയുള്ള ഒരു പ്രകാശം ഈ ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ കവി കരയോലോ, മജഫദം സലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഖദ്ദൈനി മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യൻ വമൈതൻ في التراب رميما صلوا عليه وسلموا تسليما. അതാണ് ആ ദുഃഖം. മദീനയിൽ പോയി നബിയില്ലല്ലോ. ചെല്ലാവുന്നതിന് പരമാവധി മദീനയാണ്. മദീന എന്നാൽ മദീനയാണോ മക്കയാണോ പ്രധാനം എന്ന ചോദ്യത്തിന് പോലും അഖ്റജൂനി ലഖദ് അഖ്റജൂനി മിൻ അർളിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയിൽ നിന്ന് അവരെന്നെ പുറത്താക്കി. അതുകൊണ്ട് ഫാസ്കിന്നി, അല്ലാഹുവേ നീ എന്നെ താമസിപ്പിക്കണമേ. ഹബ്ബൽ ബിലാദി ഇലൈക, അങ്ങ് അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിൽ എന്നെ നീ, അഹബ്ബൽ ബിലാദ് ഇലൈക, അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിൽ എന്നെ താമസിപ്പിക്കണം എന്ന് മക്കയിൽ നിറങ്ങുമ്പോൾ മുഹമ്മദ് മുസ്തഫ ഔ കമാ ഖാല നബിയുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിറങ്ങിയപ്പോൾ പറഞ്ഞു, അല്ലാഹുവേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിൽ എന്നെ അവർ പുറത്താക്കി ആ നാട്ടിൽ നിന്ന്. അതുകൊണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിൽ എന്നെ നീ താമസിപ്പിക്കണം. ഈ ഹദീസിന് മനസ്സിലാവുന്നത് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് മക്ക, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീന എന്ന. രണ്ടും പരസ്പര പൂരകമാണ്. അള്ളാഹുവിൻ്റെ അർത്ഥം ഇഷ്ടം റസൂലിൻ്റെ ഇഷ്ടവും, റസൂലിൻ്റെ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, അങ്ങനെയാണ്. അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞില്ല, അള്ളാഹു എറിഞ്ഞു. എന്നാൽ നബി എറിഞ്ഞു, പക്ഷെ അള്ളാഹു എറിഞ്ഞു. അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞില്ല, അള്ളാഹു എറിഞ്ഞു. നബി എറിഞ്ഞാൽ അള്ളാഹു എറിഞ്ഞു. നബി ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടു, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ നബി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ പറഞ്ഞു, അതൊക്കെ പരസ്പര പൂരകമാണ്. അപ്പോൾ ഒരാൾക്ക് ചെല്ലാവുന്നതിൻ്റെ പരമാവധി മദീനയാ, പക്ഷെ അവിടെയും നബിയെ കാണാനില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ ജീവിതകാലത്ത് അവിടുന്ന് AD 632 ജൂൺ 8 ഇതാണ് പ്രധാന അഭിപ്രായം. AD 571 ജനിച്ചു. AD 632 ജൂൺ 8 തിങ്കളാഴ്ച പുണ്യ റസൂൽ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമുതൽ ഏതൊരാൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ കണ്ണുകൊണ്ട് എന്നെ ഒന്നും ഒഴിഞ്ഞില്ലല്ലോ, അത് മതിയാവും. ആ കണ്ണിൽ നീതിയുണ്ട്, ആ കണ്ണിൽ സംസ്കാരമുണ്ട്, ആ കണ്ണിൽ എന്താ ഇല്ലാത്തത്? ആ കണ്ണിലൊരു ലുത്ഫുണ്ട്, ആ കണ്ണിൽ റഹ്മത്തുണ്ട്, ആ കണ്ണിലെല്ലാമുണ്ട്, എല്ലാമുണ്ട്. ആ കണ്ണ് പകരം വെക്കാനാവാത്ത കണ്ണാണ്. കനൂരി ഐനൈ അബുൽ ഖാസിമി, അതാർക്കും ഉണ്ടാകും. അത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് പോലും അതിൽ കരഞ്ഞത്. അവരുടെ ദുഃഖം എന്താ? റസൂലുള്ളാഹി ഭൂമിക്കടിയിലേക്ക് പോയി. സഹാബികൾക്ക് പോലും ആ ദുഃഖമുണ്ട്. ഫാത്തിമ, ഞാൻ ഉദാഹരണം പറയാം. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ വഫാത്തായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ മറവ് ചെയ്തതിന് ശേഷം ആ പരിശുദ്ധ ഷറഫാക്കപ്പെട്ട ജസദിൻ്റെ മുകളിൽ മണ്ണ് മൂടിയ അന്നത്തെ വൈകുന്നേരം ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ഫാത്തിമ ബീവി ചൊല്ലിയ ബൈത്താണിത്. അതിന്നും ആശിഖീങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇഷ്ക് നിങ്ങൾക്കില്ലെങ്കിൽ വേണ്ട, പക്ഷെ ആശിഖീങ്ങൾ ഇല്ലെന്ന് പറയരുത്. ആശിഖീങ്ങൾക്ക് റാഹത്തിൽ ആശിഖീൻ അത് മുഹമ്മദ് മുസ്തഫയാണ്. ഈ വൈകുന്നേരം എൻ്റെ കവിൾത്തടത്തിന് അടയാളമുണ്ട്.
എങ്ങനെ അടയാളം വന്നു? അത് കണ്ണുനീരിൻ്റെ അടയാളം. എന്തിനാണ് എൻ്റെ കവിളിൽ ഈ കണ്ണുനീരിൻ്റെ അടയാളം വന്നത്? എന്താണ്? അസഫൻ അലൈക വഫിൽ ഫുആദി കുലൂമു. യാ റസൂലല്ലാഹ്, അങ്ങയോടുള്ള വേദന തന്നെ. അസഫൻ അലൈക് വഫിൽ ഫുആദി കുലൂമു. പുറത്തെടുക്കാൻ കഴിയാത്ത എത്രയോ വാക്കുകൾ എൻ്റെ ഈ ഹൃദയത്തിൽ തുടികൊട്ടുന്നുണ്ട്. കണ്ണിങ്ങനെ ഒലിക്കുക. വസ്സബ്റു യഹ്സുനു ഫിൽ മവാതിനി കുല്ലിഹാ ഇല്ലാ അലൈക ഫഇന്നഹു മഅദൂമു. ഫാത്തിമ ബീവിയുടെ ബൈത്ത ആർക്കും പഠിക്കാം. ഫാത്തിമ ബീവിയുടെ ബെയ്ത്താൻ ബഹുമാനപ്പെട്ട ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്ഖി ഹിജ്റ 842 അവരുടെ വഫാത്ത്. അവരുടെ ജാമിഉൽ ആസാരി ഫി സിയരി വ മൗലിദിൽ മുഖ്താർ എന്ന കിതാബിൻ്റെ 7ാം വാള്യത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. എവിടെയാണ് ഈ ബെയ്ത്തുള്ളത് എന്നാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്ഖി റളിയല്ലാഹു അൻഹു ഹിജ്റ 842 അവരുടെ വഫാത്ത്. അവരുടെ ജാമിഉൽ ആസാരി ഫി മൗലിദി ഫി സിയരി വ മൗലിദിൽ മുഖ്താർ എന്ന കിതാബിൻ്റെ 7ാം വാള്യത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഫാത്തിമ ബീവിയുടെ ബെയ്ത്തായി മഹാനവർകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താ പറയുന്നത്? വസ്സബ്റു യഹ്സുനു ഫിൽ മവാതിനി കുല്ലിഹാ ഇല്ലാ അലൈക ഫഇന്നഹു മഅദൂമു. വസ്സബ്റു യഹ്സുനു ഫിൽ മവാതിനി കുല്ലിഹാ, എല്ലായിടത്തും ക്ഷമിക്കൽ നല്ലതാണ്. ഇല്ലാ അലൈക, അങ്ങയിൽ ക്ഷമിക്കുന്നത് മാത്രം ഒഴികെ അങ്ങയിൽ ക്ഷമിക്കാൻ കഴിയില്ല. യാ അല്ലാഹ്, ആശിഖത്തിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ആശിഖങ്ങളും ആശിഖത്തുകളും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു തആല ആശിഖങ്ങളും ആശിഖാത്തുകളിലും നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തട്ടെ. വളരെ ചിന്തിക്കണം. ഫാത്തിമ ബീവിയുടെ ബെയ്ത്താണ്. ഫാത്തിമ ബീവിയുടെ ബെയ്ത്താണ് റളിയല്ലാഹു. അന്ന് വൈകുന്നേരം ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ജസദു ഷരീഫിൻ്റെ മുകളിൽ ആ പരിശുദ്ധ ഖബറു ഷരീഫിൽ ഇറക്കി വെച്ച് മണ്ണ് മൂടിയതിനു ശേഷം അന്ന് വൈകുന്നേരം ഫാത്തിമ ബീവി ചൊല്ലിയ ബെയ്ത്താ. അസഫൻ അലൈക വഫിൽ ഫുആദി കുലൂമു വസ്സബ്റു യഹ്സുനു ഫിൽ മവാതിനി കുല്ലിഹാ ഇല്ലാ അലൈക ഫഇന്നഹു മഅദൂമു. ക്ഷമ എവിടെയും നല്ലതാണ്, പക്ഷേ അങ്ങയുടെ കാര്യത്തിൽ ക്ഷമയില്ല. അത് മുഅ്മിൻ കരഞ്ഞുകൊണ്ടേയിരിക്കും, അത് മുഅ്മിൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ റസൂൽ പോയല്ലോ, എനിക്കിനി ആരാ? എൻ്റെ റസൂൽ സാലിമിൻ ഐനൈൻ, കണ്ണിൽ നിന്നൊരിക്കലും അത് പറ്റിയിട്ടില്ല. എന്നാ ഇത് ചൊല്ലുന്നത്? ഹബീബ് വഫാത്തായി 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം ചൊല്ലുകയാണ് ഇത് കവി. ഹബീബ് വഫാത്തായതിനു ശേഷം 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ചെല്ലുകയാ മറ്റൊരു കവി. എന്താ? വേറൊരു കവിയുണ്ടല്ലോ, ലോകത്തിന്റെ പൂങ്കുയിലായ മറ്റൊരു കവിയുണ്ടല്ലോ, ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസൈരി. എങ്ങനെയാ തുടങ്ങിയത് തന്നെ? അമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി ما زجت دمعا جرى من مقلة بدمي أم هبت الريح من تلقاء كالمتي وأومل البرق في الظلماء من إلمي فما لعينيك إن قلت اكتف فاهمتا وما لقلبك. 600 കൊല്ലം കഴിഞ്ഞിട്ട് കവിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. കണ്ണുനീരിൽ രക്തവും ചലിച്ചു പോയോ? കഴിയന്നെ. എന്തുകൊണ്ട്? അവരൊക്കെ ആശിഖ്യങ്ങളാണ്. ആശിഖ്യങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല. എല്ലാ ഹബീബിനെ ഓർക്കുന്ന കവിതകളും കരയല. അതാണ് ഖറാമ്. യസ്അബു ലിദറജത്തിൻ യസ്അബു മുഫാറഖതുഹു എന്ന് പറഞ്ഞു.
മെഹബൂബിനെ വിട്ടുപിരിയാൻ കഴിയൂല. അതാണ് ഫാത്തിമ ബീവി ഉദ്ഘാടനം തുടങ്ങിയതാ. ഇനി അവസാനം വരെയുള്ള ആശിഖും ആശിഖത്തും കരഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിനൽ ആശിഖീന വൽ ആശിഖാതി ബിൻ നബിയിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. അവരുടെ പ്രേമം എന്ന് പറഞ്ഞാൽ ആ പ്രേമം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രേമം പോലെയല്ല, കാമുകി കാമുകന്റെ പ്രേമം പോലെയുമല്ല. എന്നാൽ അതിനൊക്കെ പ്രേമമെന്ന് പറഞ്ഞുകൂടെ? അതും പറയാ. ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലുള്ള പ്രേമത്തിന് മഹബത്ത് എന്ന് പറഞ്ഞൂടെ? ആണും പെണ്ണും തമ്മിലുള്ള പ്രേമത്തിനും മഹബത്ത് എന്ന് പറഞ്ഞൂടെ? അതെ, ഒക്കെ മഹബത്താ. പക്ഷെ മഹബത്തിൽ വ്യത്യസ്തമായ ദറജകളുണ്ട്. വളരെ ചിന്തിക്കണം. അതിനൊരു പരിധി നിശ്ചയിക്കാൻ. ആരാ ഇത് ചെല്ലുന്നത്? لا عيب في حزني عليك لو أنه كان البكاء لمقلتي يدوم لا عيب في حزني عليك يا رسول الله. അങ്ങയുടെ മേലുള്ള ഈ നിത്യമായ ഈ ദുഃഖത്തിന് യാതൊരു അയ്ബുമില്ല. ഒരു ഖേദത്തിന് അയ്ബില്ല. ഒരു ഖേദത്തിൽ മദ്ഹേ ഉള്ളൂ. ഏത് ഖേദവും നിതാന്തമായ ഖേദവും അയ്ബാണ്. എന്നാൽ ഹബീബിൻ്റെ മേലുള്ള ആ ഒരു ഖേദത്തിൽ അയ്ബില്ല. അത് മഹബത്താണ്, അത് ഷൗഖാൻ, അത് ഇഷ്ഖാൻ, അത് ഖുറാമാണ്. എന്തുകൊണ്ട്? അതൊരു അടിമപ്പെട്ടു പോയ പ്രേമമാണ്. ആ പ്രേമത്തിൽ മഹബൂബിനോട് അത്രയേറെ ബന്ധിച്ചു പോയിട്ടുണ്ട്. ആ മഹബൂബിൽ നിന്ന് ആ മുഹിബിനെ വിട്ടുപിരിക്കാൻ കഴിയൂല. ബൽ ഖൽബു ഇല്ലാ അൻ യകൂന മുതയ്യമാ അലിഫ ഖറാമിൻ ബിൻ നബി മുഹയ്യമാ. ഖൽബ് സമ്മതിക്കേണ്ടേ? അബൽ ഖൽബ് ഇല്ല അൻ യകൂന മുതയ്യമൻ, കീഴ്പ്പെടുത്തപ്പെട്ടത് ഒരു ആരോടുള്ള, എന്തിനോട് കീഴ്പ്പെടുത്തപ്പെട്ടു? ഹലൈഫ ഖറാമിൻ ബിൻ നബി, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിട്ടുപിരിയാത്ത ഹലീഫ്. ഹലീഫ് എന്നാൽ മുലാസിം, ഹലീഫുൽ ജൂദി വൽ കറം, ഹലീഫുൽ മജ്ലിസി, ഹലീഫുൽ ഉലമായി, ഹലീഫുൽ ഉലമായി ഐ മുലാസിമുൽ ഉലമായി, ആലിമീങ്ങളുടെ കൂടെ എപ്പോഴും നടക്കുന്ന ആൾ. ഹലീഫുൽ മജ്ലിസി, ആ മജ്ലിസിൽ എപ്പോഴും ഉണ്ടാകുന്ന ആൾ. ഹലീഫുൽ ജൂദി, ഹലീഫുൽ ജൂദി, എപ്പോഴും ധർമ്മം കൊടുക്കുന്ന ആൾ. ഹലീഫ ഖറാമിൻ ഐ ഖറാമൻ ഹലീഫൻ, വിട്ടുപിരിയാത്ത ഒരു പ്രേമം. ആരോടുള്ള? പുണ്യ റസൂലിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹയ്യമൻ, ആ പ്രേമത്തിൽ തന്നെ ഭ്രാന്ത് പിടിപ്പിക്കപ്പെട്ടവനായ നിലയിൽ. എന്താണ് മുഹയ്യം? ഹയ്യമൽ ഹുബ്ബു ഫുലാനൻ, പ്രേമം ഇന്ന ആളെ, ഇന്നാൽ ഐ ജഅലഹു ജഅലഹു ദാ ഹുയാമിൻ ഐ ശദീദ ശഗ്ഫി ബിമൻ യുഹിബ്ബു. എന്താണ് മുഹയ്യം? മുഹയ്യം എന്ന് പറഞ്ഞാൽ ഹയ്യമൽ ഹുബ്ബു ഫുലാനൻ ഐ ജഅലഹു ദാ ഹുയാമിൻ ഐ ശദീദ ശഗ്ഫി ബിമൻ യുഹിബ്ബു. അത് ഹയ്യമാണ്. പറഞ്ഞാൽ എന്താ? ഒരു പ്രേമം. ഐ ശദീദ ശഗ്ഫി ബിമൻ യുഹിബ്ബു, ആരെയാണോ പ്രേമിക്കുന്നത് അയാളോടുള്ള വല്ലാത്ത ഉത്കടമായ അതിശക്തമായ ഒരു പ്രേമം. അതിനാണ് അതിൽ പെട്ടുപോവുക. ഇനി തലയെടുക്കാൻ കഴിയില്ല. ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നത് ഐ അൽ ജുനൂനു മിനൽ ഹുബ്ബി, പ്രേമത്തിൻ്റെ ഒരു ഭ്രാന്ത് എന്ന് പറയില്ലേ, അത് ഒരു വല്ലാത്ത. ولا حب الديار شغفنا قلبي ولكن حب من سكن الديار. പറഞ്ഞല്ലോ ഉഖബ്ബിലുദൽ, അതാ അതാ أمر على جدار دياري ليلى أقبل ذا الجدار وذا الجدار ولا حب الديار شغفنا قلبي ولكن حب من سكن الديار. ഈ പ്രേമമാണ് ആ പഴയ മിമ്പർ
പുണ്യ റസൂലിനോട് ഉണ്ടായി. ആ കാലിനെ ചുംബിച്ച് അങ്ങനെ കിടക്കായിരുന്നു ആ മിമ്പർ. പിന്നെ ആ കാല് കിട്ടാതായപ്പോൾ അത് കരിഞ്ഞുപോയി. എത്ര മുഹദ്ദിസീങ്ങളാണ് ആ ഹദീസ് മുത്തവാത്തിർ പോലെ പ്രസിദ്ധമല്ലേ മുഅ്മിനീങ്ങൾക്കിടയിൽ. അതൊരു ഷറഫാണ്, അതൊരു ഇഷ്ഖാണ്, അതൊരു ഖറാമാണ്. അത് തന്നെ നൗമിനൽ ഹുബ്ബാണ്. പക്ഷെ സാധാരണ ഹുബ്ബല്ലാതെ. വളരെ ചിന്തിക്കണം. മജ്നൂനിനെ ലൈലയോടുണ്ടായത് ഒരു പ്രത്യേക ഷറഫാണ്, ഒരു ഇഷ്ഖാണ്. എന്നാൽ അതേത് മുഹബ്ബിനും മഹബൂബിനോട് ഒരു അതിര് വിട്ടാൽ അങ്ങനെ പറയും. അതിനെ അതിര് വിടാൻ അവർക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതിരില്ലാത്തത് എങ്ങനെ അതിര് വിടൂ? സുബ്റു യഹ്സുനു ഫിൽ മവാതിനി കുല്ലിഹാ ഇല്ലാ അലൈക ഫഇന്നഹു മഅ്ദൂമു. സുബ്ർ എന്നാൽ അതിനതിരില്ല. സുബ്റിന് അതിരില്ല. സുബ്റിന് എവിടെയും അതിരുണ്ട്, ഹബീബിലെത്തിയാൽ അതിരില്ല. ഹബീബിലെത്തിയാൽ പിന്നെ അവിടെ സുബ്റില്ല. അതിരില്ല എന്നല്ല, അവിടെ പിന്നെ സുബ്റില്ല. അവിടെ സുബ്ര, ആ ഭൂമികയിലേക്ക് സുബ്റിന് കയറാൻ കഴിയില്ല. അതാണ് വല്ലാത്തൊരു പ്രേമമാണ്. ആ പ്രേമത്തിന്റെ വല്ലാത്തൊരു പ്രേമം, അത് വല്ലാത്ത പ്രേമ. അതിങ്ങനെ ചുംബിക്കും ആ കല്ലിനെയും ഈ കല്ലിനെയും. എൻ്റെ അതിനുള്ളിൽ പാർക്കുന്നുണ്ടല്ലോ ലൈല. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദത്തിൻ്റെ അടിയിലെ തൊളിയിൽ ചുംബിക്കാനായിട്ട് വിട്ടുപോയ വേദനയാണ് ഈ സാധുവായ ആ നിർജീവിയായ ആ തടിക്കഷ്ണത്തിന്, ആ യാബിസായ തടിക്കഷ്ണത്തിന്, ആ മുജഫഫായ യാബിസായ ആ ഉണങ്ങിയ തടിക്കഷ്ണത്തിന്, ആ തടിക്കഷ്ണത്തിൻ്റെ ഖേദം. സത്യത്തിലൊരു തടിക്കഷ്ണം, അത് ഉണങ്ങിയ തടിക്കഷ്ണം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി ഇന്ന് സസ്യങ്ങൾക്കും മരങ്ങൾക്കൊക്കെ ഒരു ജീവനുണ്ട് എന്ന് പറയുന്ന കാലത്തും അത് കഴിഞ്ഞാൽ അതിനെ അറുത്തെടുത്താൽ പിന്നെ അത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിയാൽ പിന്നെ ആ ജീവൻ അതിന് നഷ്ടപ്പെടും എന്നാണല്ലോ ശാസ്ത്രം. എന്നാൽ ഇവിടെ അതുമല്ല, അതിനപ്പുറത്തുമുണ്ട് ഒരു പ്രേമം. ആ തടിക്കഷ്ണത്തിന് ഹബീബിനോടുള്ള പ്രേമം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാൽപ്പാദം എല്ലാ വെള്ളിയാഴ്ചയും ചുംബിക്കും ഈ തടിക്കഷ്ണം. പിന്നെ കിട്ടിയില്ല. പിന്നെ കിട്ടാതായപ്പോൾ അതല്ല, അതിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളിയാഴ്ച ജുമുഅ നേരത്ത് ആ തടിക്കഷ്ണത്തിന്റെ കരച്ചിൽ, ഏങ്ങലടി അധികരിച്ചു കൊണ്ടേയിരുന്നു. മുത്തവാത്തിർ പോലത്തെ ഹദീസാണിത്. അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്നിറങ്ങി വന്ന് അതിനെ ഒന്ന് തലോടി. സാരമില്ല, അതിനെ തലോടിയപ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ദുഃഖത്തിന്, ആ കൈപ്പത്തിയുടെ ആ മനോഹരമായ, ലോകത്തിന് പകരം വെക്കാനില്ലാത്ത ആ കൈപ്പത്തിയുടെ ഏറ്റവും മാർദ്ദവമായ ആ കൈപ്പത്തി അതിൻ്റെ മേലൊന്ന് വെച്ചു സാന്ത്വനമായ വാക്കുകൾ പറഞ്ഞപ്പോൾ അത് അടങ്ങിപ്പോയി. അടങ്ങുന്നത് കൽപ്പനയാണ്. അത് കൽപ്പന കേട്ടാൽ പിന്നെ അനങ്ങാൻ കഴിയില്ല. അതല്ലേ മഹബൂബും മുഹിബും തമ്മിലുള്ള ബന്ധം. വളരെ ചിന്തിക്കണം. ഒരു ജമാഅത്തിന് പോലും, ഒരു നിർജീവിയായ ഉണങ്ങിയ തടിക്കഷ്ണത്തിന് പോലും ഹബീബിനോട് ബന്ധം അതിരറ്റ പ്രേമമാണെങ്കിൽ പിന്നെ മൂമിന് ഹബീബിനോടുള്ള പ്രേമം എത്രയായിരിക്കും? വളരെ ചിന്തിക്കണം. അബൽ ഖൽബു ഇല്ലാ അൻ യകൂന മുതയ്യമാ ഹലീഫ ഗറാമിൻ ബിൻ നബി മുഹയ്യമാ. ഖലീഫ ഗറാമിൻ ബിൻ നബി, ഒരു വിട്ടുപിരിയാത്ത പ്രേമത്തിന് കീഴ്പ്പെടാനല്ലാതെ എൻ്റെ ഹൃദയം സമ്മതിച്ചില്ല. മുഹയ്യം, ആ പ്രേമത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ടവനായ നിലയിൽ. അബീതു ബിലൈലി തിമ്മി സഹ്റാന മുൻഷിദാ ലിദിക്രില്ലദീ ഖത്വാബ ബദ്അൻ വമഖ്തമാ. ഒരു രാത്രി തികച്ചും ഞാൻ രാപ്പാർത്തു സഹ്റാന, ഉറക്കമിളച്ച നിലയിൽ.
ഞാൻ രാത്രി മുഴുവനും ഉറങ്ങാൻ കഴിയൂല. മെഹബൂബ് ഖൽബിലെത്തിയാൽ പിന്നെ മുഹബിന് ഉറങ്ങാൻ കഴിയില്ല, ഒരിക്കലും ഉറങ്ങാൻ കഴിയില്ല. അബീതു ബിലൈലി തിമ്മി സഹ്റാന മുൻഷിദാ ലിദിക്രില്ലദീ ഖത്വാബ ബദഅൻ വമഖ്തമാ. അനവധി വർഷങ്ങൾ ഉറങ്ങാത്ത മനുഷ്യരുടെ ചരിത്രം ഈ ഭൂമിയിലുണ്ട്. അനവധി കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും അതൊന്നും നിഷേധിക്കരുത്. ഉറങ്ങാത്തവരുടെ എന്തേ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുഹബ്ബീങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനത്തെ കിതാബുകളുണ്ട്, എത്രയോ ഉണ്ട്. അനവധി ഗ്രന്ഥങ്ങളിൽ അവരുടെ താരീഖുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉറങ്ങൂല അവര്. അക്കൂട്ടത്തിൽ ഒരാളാണ് ഇയാൾ, ഉറങ്ങൂല. ഞാൻ മഹാനായ ഹാഫിളുൽ മിസ്രി അത്തിജാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം പണ്ട് എൻ്റെ സദസ്യരോട് പറഞ്ഞിരുന്നു. 40-ലേറെ വർഷം ഒരു രാത്രിയും ഉറങ്ങാത്ത ചരിത്രമാണ് അവരുടേത്. മുഹിബിന് ഉറങ്ങാൻ കഴിയില്ല. എന്താ ചെയ്യുക? നേരം വെളുക്കുന്നവരെ പുണ്യ റസൂലിൻ്റെ ഹദീസിൽ വ്യാപൃതനാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിൽ ചില സിഹ്റാനുകൾ അതുപോലെ തന്നെ അവരുടെ സദസ്സിൽ മാറി മാറി വരും. എന്തിന്? ആ വ്യാഖ്യാനം കേൾക്കാൻ. റസൂലുള്ളാഹിയുടെ മഹബത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇരുന്ന് മുസ്നദ് അഹ്മദ് വ്യാഖ്യാനിക്കുമായിരുന്നു. ഹാഫിളുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി 1978 അവരുടെ മരണം. വളരെ തിജാനി മാർഗത്തിലെ ഏറ്റവും മഹാന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട 20-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഏറ്റവും മഹാന്മാരിൽ ഒരാളാണ് ഹാഫിളുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ വലിയ മഹാനാണ്. സുജൂദിലാണ് അവർ വഫാത്തായത്. അവരുടെ പുത്രൻ അഹ്മദ് ബിൻ മുഹമ്മദും വഫാത്തായത് സുജൂദിൽ തന്നെയാണ്. അവരൊക്കെ സഹ്റാനികളാ, ഉറങ്ങാൻ കഴിയില്ല. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങനെ എത്ര ആളുണ്ട് ചരിത്രത്തിൽ, ഉറങ്ങൂല്ല. അബീതു ബിലൈലി തിമ്മി കുല്ലു നൗമിൻ അലൽ മുഹബ്ബി ഹറാമു. പ്രേമിക്ക് ഉറങ്ങൽ ഹറാമാണ്. പ്രേമി ഉറങ്ങൂല. നമ്മളൊക്കെ പ്രേമി എന്ന് പറയുള്ളൂ, നമുക്ക് പ്രേമല്ല. പ്രേമത്തെ തന്നെ പേടിയാണ്, പിന്നെ ഇഷ്കിൻ്റെ കാര്യം പറയാണ്ട്. അബീതു ബിലൈലി തിമ്മി സഹ്റാന മുൻഷിദാ ലിദിക്രില്ലദീ ഖത്വാബ ബദഅൻ വമഖ്തമാ. ഉറക്കമിളച്ചുകൊണ്ട് അങ്ങനെ ഉറങ്ങാതെ രാപ്പാർക്കും. വളരെ ചിന്തിക്കണം, എന്തിനാണ് ഈ ഉറങ്ങാതെ രാപ്പാർക്കുന്നത്? എന്താ ചെയ്യുന്നത്? മുൻഷിദൻ പാടിപ്പറഞ്ഞുകൊണ്ട് ആരെക്കുറിച്ച്? ലിദിക്രില്ലദീ ഖത്വാബ ബദഅൻ വമഖ്തമാ. ലിദിക്രില്ലദീ ഒരാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഖത്വാബ ആ ആൾ ഏറ്റവും പരിശുദ്ധനായിട്ടുണ്ടല്ലോ. ബദഅൻ വമഖ്തമാ തുടക്കത്തിലും ഒടുക്കത്തിലും അതിൻ്റെ പൂർണ്ണതയിൽ എന്നും അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങനെ ഒരാൾ ഇല്ല മുഹമ്മദ് മുസ്തഫ അല്ലാതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരാൾ വേറെയില്ല. അബീതു ബിലൈലി തിമ്മി സഹ്റാന മുൻഷിദാ ലിദിക്രില്ലദീ ഖത്വാബ ബദഅൻ വമഖ്തമാ. തുടക്കവും ഒടുക്കവും പരിശുദ്ധനായ ഒരാളെക്കുറിച്ച് പാടിപ്പറഞ്ഞുകൊണ്ട് ഞാൻ രാത്രിയുടെ പൂർണ്ണ രാത്രിയും ഉറക്കമിളച്ചുകൊണ്ടേയിരുന്നു. ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. ചിന്തിക്ക്, ഉറങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ മെഹബൂബ് കൽബിൽ കയറിക്കഴിഞ്ഞാൽ, മെഹബൂബ് കൽബിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുഹിബിന് അങ്ങനെ ഒന്നും കഴിയില്ല. ഒരു കവി പറയുന്നത് ഇന്നൽ ബുകാ ശിഫാഉൽ ഖൽബിൽ മൂജിഇ വദഇദ്ദുമുഅ തകിദ്ദു ജഫ്നി ഫിൽ ഹവാ
മൻ ഗാബ അൻഹു ഹബീബുഹു ലം യഹ്ജഇ ജഫ്നി ഫിൽ ഹവാ. കണ്ണുനീരിനെ വിട്, എൻ്റെ കൺതടം പ്രേമത്തിലങ്ങനെ അധ്വാനിക്കുകയാണ്. മൻ ഗാബ ഹബീബുഹു ലം യഹ്ജഇ. ഒരാളുടെ ഹബീബ് മറഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. മൻ ഗാബ ഹബീബുഹു ലം യഹ്ജഇ. ഇതൊരു കവിതയാണ്. വളരെ ഇബ്നു നാസിറുദ്ദീൻ ദിമശ്ഖി ഈ കവിതയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ തകിദ്ദു ജഫ്നി ഫിൽ ഹവാ മൻ ഗാബ അൻഹു ഹബീബുഹു ലം യഹ്ജഇ. ഒരു പ്രേമിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രേമഭാജനം മറഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. കണ്ണിൻ്റെ മുന്നിലുണ്ടെങ്കിലും ഉറങ്ങാൻ കഴിയില്ല. അതല്ലേ ഒരു സ്വഹാബി വന്ന് പുണ്യ റസൂലിനോട് പറഞ്ഞത്, നബിയേ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. വീട്ടിൽ പോയാൽ സ്വസ്ഥതയില്ല, അങ്ങാടി പോയാൽ സ്വസ്ഥതയില്ല, എവിടെ പോയാൽ സ്വസ്ഥതയില്ല. നിങ്ങളെ വന്ന് കാണണം. ഇപ്പോൾ എനിക്ക് ആദി കൂടി വന്നു. ആദി കൂടിക്കൊണ്ടേയിരുന്നു. ആ സ്വഹാബിയുടെ പേര് സൗബാൻ എന്നാണ്. ആ സ്വഹാബിയുടെ കാര്യത്തിലാണ് أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا എന്നായത്തിറങ്ങിയിട്ടുള്ളത്. എന്താ സൗബാൻ ചെയ്തത്? സൗബാന് കാണാതിരിക്കാൻ കഴിയില്ല. എപ്പോഴും വന്ന് നോക്കി ഇരുന്നുകൊണ്ടേയിരിക്കണം പുണ്യ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളുടെ ജീവിതകാലത്ത് അവരുടെ ഇബാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിൻ്റെ അവയവം കണ്ണാണ്. ഹബീബായ റസൂലുള്ളാഹി വഫാത്താകുന്നത് വരെ അവരുടെ ഏറ്റവും ഇബാദത്ത് ചെയ്ത അവയവം കണ്ണ. റസൂലുള്ളാഹിനെ കണ്ടേ ഇരിക്കുക. ഒരു റക്അത്തിന് 1,00,000 റക്അത്തിൻ്റെ കൂലി കിട്ടുന്ന മക്കയെ ഉപേക്ഷിച്ച് അവർ മക്ക ഫതഹ് കഴിഞ്ഞിട്ടും ഹബീബിൻ്റെ കൂടെ, യഅസൂബിൻ്റെ കൂടെ നഹരി പോകുന്നത് പോലെ, റാണി ഈച്ചയുടെ കൂടെ തേനീച്ച പോകുന്നത് പോലെയാണ് ഓടിയത്. 1,00,000 റക്അത്താണ്. ഒരു റക്അത്തിന് 1,00,000 റക്അത്തിൻ്റെ കൂലിയാണ് മക്കയിൽ. അതൊക്കെ ഉപേക്ഷിച്ച് അവർ ഓടി. അവർക്ക് അതൊന്നും ആവശ്യമില്ല. അവർക്ക് റാണിയെ വേണം. എൻ്റെ കണ്ടിരിക്കണം ഈ പൂന്നപ്പുമാനെ. ഹബീബിന്റെ വഫാത്തിന് ശേഷം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ഇബാദത്ത് ഖൽബിലെ കണ്ണിനാണ്. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. فإنها لا تعمى الأبصار. യഥാർത്ഥത്തിൽ മുഖത്തെ കണ്ണിനല്ല കുരുട് വരുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫി സുദൂർ. നെഞ്ചിൻ കൂട്ടിലെ കണ്ണിന്, അതിനാണ് കുരുട് വരിക. അതിന് കുരുട് വന്നാൽ പിന്നെ എല്ലാം അബദ്ധമാണെന്ന് നമ്മൾ വിളിച്ചു പറയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മെ കാക്കട്ടെ. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ചെയ്തു വെച്ചതും പറഞ്ഞു വെച്ചതും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും എല്ലാം അബദ്ധമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. എപ്പോൾ പറയേണ്ടി വരും? നമ്മുടെ ഖൽബിലെ കണ്ണ് അടഞ്ഞു പോയാൽ. ചിന്തിക്കണം. അവർക്ക് فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ആ നെഞ്ചിന്റെ കണ്ണ്, അവർക്കെന്നും നെഞ്ചിലെ കണ്ണുണ്ട്. പിന്നെയോ മുഖത്തെ കണ്ണിനൊരു വല്ലാത്ത സന്തോഷം, നെഞ്ചിലെ കണ്ണിനും സന്തോഷം. ഹബീബായ റസൂലുള്ളാഹി മണ്ണിനടിയിൽ മറക്കപ്പെട്ടതോടുകൂടെ പിന്നെ ഈ കണ്ണിൻ്റെ സന്തോഷമില്ല. ഹബീബിനെ കാണുക, ഹബീബിനെ കൊണ്ട് എന്നെ കാണുക. കനൂരി ഐനൈക കനൂരി ഐനൈ അബിൽ ഖാസിമി ലം യഖ്ലുഖ് റഹ്മാൻ ഫിൽ ആലമീൻ കനൂരി ഐനൈ അബിൽ ഖാസിമി. റിഫായി ശൈഖിന്റെ കവിതയാ റളിയല്ലാഹു അൻഹു. لم يخلق الرحمن في العالمين
കനൂരി ഐനൈ അബിൽ ഖാസിമി ലം യഖ്ലുഖിർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് പടച്ചിട്ടേ ഇല്ല ഫിൽ ആലം കനൂരി ഐനൈ അബിൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടുകൂടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറവ് ചെയ്യുന്നതോടുകൂടെ ആ പ്രത്യക്ഷമായ ആ കണ്ണ് എന്നെ നോക്കുക എന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സ്വഹാബി അല്ലാതായി. ഉറക്കത്തിൽ കണ്ടാലും സ്വഹാബിയല്ല, യഖ്ലത്തിൽ കണ്ടാലും ഹബീബിന് ശേഷം യഖ്ലത്തിൽ കാണാമെന്ന് അനവധിയായി മക്കൾക്ക് അഭിപ്രായമുണ്ട്, അനവധി ആളുകൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ സ്വഹാബിയാണോ? അല്ല, സ്വഹാബിയല്ല. കനൂരി ഐനൈ അബിൽ ഖാസിമി. അപ്പോൾ അത് നഷ്ടപ്പെട്ട ഒരു വേദനയാണ്. മൻ ഗാബ ഹബീബുഹു ലം യഹ്ജഇ. ഉറങ്ങാൻ കഴിയില്ല, അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. ഹബീബ് മരിച്ചാൽ, ഹബീബ് മറഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. കുല്ലു നൗമിൻ അലൽ മുഹബ്ബി ഹറാം. ഇതാണ് പറഞ്ഞത്. أبيت بليل التم سهران منشدا لذكر الذي قد طاب بدءا ومختما أسجل فيه الغرق ليلي وجيرتي نيام وجفني كالمذاني بمغرما أنظم در اللفظ في ذكر وصفه وأحسن بوصف البدر درا منظما محمد مفتاح الفتوحات السيد. അല്ലാഹു ആ ഭാഗ്യം മനസ്സറിഞ്ഞ് പറയാൻ അല്ലാഹു നമുക്കും ഭാഗ്യം തരട്ടെ. മുഹമ്മദ് മിഫ്താഹുൽ ഫുതുഹാത്തി സയ്യിദ്. അത് അവിടെ എത്തണം. നൗമിനോ താക്കോൽ അവിടുത്തെ കയ്യിൽ കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്താൽ പിന്നെ എന്ത് നഷ്ടമാണ്? പിന്നെന്താ തുറക്കാത്തത്? എന്താ നമുക്ക് തുറക്കാത്തത്? നമ്മുടെ കയ്യിൽ കോടാനക്കോടി ഖുർആന്റെ പ്രതികളില്ലേ? കോടാനക്കോടി മുസ്ലിമീങ്ങളില്ലേ? ഹബീബ് വഫാത്താകുമ്പോൾ മദീനയിൽ ഒരു മുസ്ഹഫിൻ്റെ കോപ്പിയില്ല. ഇന്ന് ഭൂമിയിൽ ഏതൊരു വീട്ടിലും എവിടെയും കക്കൂസിലേക്ക് പോകുന്ന വഴിയിൽ മുസ്ഹഫ് വെച്ചത് ഈ അടുത്ത ദിവസം ഒരു വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവിടുന്ന് എടുത്തു മാറ്റുകയും വളരെ ഭവ്യതയോടെ ആ വീട്ടുകാരോട് കാര്യം പറയുകയും ചെയ്തു. അതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുസ്ഹഫ് അത്രത്തോളം ഉണ്ടല്ലോ എല്ലാ വീട്ടിലും. വളരെ ചിന്തിക്കുക. എല്ലാ ടീപ്പോയുടെയും പുറത്ത് മുസ്ഹഫുണ്ട്, ടീപ്പോയുടെ അടിയിൽ മുസ്ഹഫാണ്, എല്ലാ പെട്ടിയിലും മുസ്ഹഫാണ്, എല്ലാ ഹാൻഡ് ബാഗിലും മുസ്ഹഫാണ്. എവിടെയും ഒരാൾക്ക് ഉപയോഗിക്കാൻ അയാൾക്ക് എത്ര മുസ്ഹഫാണ്. എന്നാൽ പുണ്യ റസൂൽ വഫാത്താകുന്ന നേരത്ത് മദീനയിൽ ഒരു മുസ്ഹഫില്ല. എന്നിട്ട് അവർക്ക് നടക്കാത്തതൊന്നുമില്ല. എന്തുകൊണ്ട്? അവരുടെ ഖൽബിൻ്റെ താക്കോൽ പുണ്യ റസൂലിനെ ഏൽപ്പിച്ചു. ഇപ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ താക്കോൽ ഏൽപ്പിച്ചാൽ അത് ശിർക്കാകുമോ എന്ന് ചിന്തിക്കുന്നൊരു കാലമാണ്. റസൂലുള്ളാഹിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു പോയാൽ ശിർക്കാകുമോ എന്ന് ഭയപ്പെടുന്നൊരു കാലമാണ്. മുഹമ്മദു മിഫ്താഹുൽ ഫുതുഹാത്തി സയ്യിദി വഖാതിമു സിൽക്കിർ റുസുലി ഖത്മൻ മുഖദ്ദമാ ബിഹി നഅല കുല്ലുൽ അംബിയാഇ മനാലഹും ബിഹി സീനത്തിൽ ഹളറാത്തു വഖിർ വഅള്ളിമാ റസൂലും മിനൽ മൗല وآدم لم يكن ويبقى رسولا دائما ومعظما. الحمد لله. പുണ്യ റസൂൽ ആരെക്കുറിച്ചാ പാടുന്നത്? ഒരാളുടെ ഓർമ്മയെക്കുറിച്ച്. ഏറ്റവും പരിശുദ്ധനാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു سئل رسول الله صلى الله عليه وسلم ما كان بدء أمرك بدءا. തുടക്കവും ഒടുക്കവും പരിശുദ്ധനും സൗഗന്ധികമുള്ളവനും ഏറ്റവും ഉന്നതനും എല്ലാമായ ഒരാളെ ഓർത്തുകൊണ്ട്, ഒരു റസൂലിനെ ഓർത്തുകൊണ്ട്. തുടക്കവും ഒടുക്കവും ഒക്കെ പരിശുദ്ധമാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ താരീഖ് എവിടെയും തുറന്നു വെച്ച പുസ്തകം പോലെയാണ് ജീവിതം. ഒരു ദിവസത്തിൽ, ഒരു സെക്കൻഡിൽ നടന്ന കാര്യവും രേഖപ്പെടുത്താതെ ഇരുന്നിട്ടില്ല. മറക്ക് പിന്നിൽ പുണ്യ റസൂലിനൊന്നുമില്ല.
അവിടെയും ഹബീബിൻ്റെ ഭാര്യമാർ ഹബീബിൻ്റെ ഓരോ ചെയ്തികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ഏറ്റവും വലിയ ആഖിലത്തായ ഭാര്യയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. അവർ ഈ ഉമ്മത്തിന് നൽകിയത് വിജ്ഞാനമാണ്. ആരെക്കുറിച്ച്? ഹബീബിൻ്റെ അസ്റാറുകളെക്കുറിച്ച്, ഹബീബിൻ്റെ രഹസ്യമായ ജീവിതങ്ങൾ. മറക്ക് പിന്നിൽ എങ്ങനെയാണ് ജീവിച്ചത് പുണ്യ റസൂൽ. അപ്പോൾ മറക്ക് പിന്നിൽ എന്നൊന്ന് പുണ്യ റസൂലിനില്ല, പ്രത്യക്ഷത്തിലില്ല. പിന്നൊരു മറയുണ്ട്. ആ മറയെ നീക്കാൻ ആഷിഖനല്ലാതെ കഴിയുകയുമില്ല. പിന്നൊരു മറയുണ്ട്, ഒരപ്പുറത്തെ മറയുണ്ട്. പ്രത്യക്ഷത്തിലൊന്നുമില്ല, അപ്പുറത്തൊരു മറയുണ്ട്. തഹയ്യാറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു كل من في الكون هام فيك يا باهي الجبين ولهم فيك غرام واشتياق وحنين كل من في الكون هام فيك يا باهي الجبين ولهم فيك غرام واشتياق وحنين. എല്ലാവരും പരിഭ്രമിച്ചു പോയ ഒരു ഭാഗമുണ്ട്, അത് തിരിയൂല. അത് അല്ലാഹു തആല ചിലപ്പോൾ ആശിഖിന് തുറന്നു കൊടുക്കും, അവരുടെ ഇഷ്കനുസരിച്ച് തുറന്നു കൊടുക്കും. പുണ്യ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചിന്തിക്കണം. അപ്പോൾ തുടക്കവും ഒടുക്കവും എല്ലാം പരിശുദ്ധമാണ്. കൈഫ കാന ബദഉ അംരിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ തുടക്കം, കാര്യത്തിൻ്റെ തുടക്കം എങ്ങനെ എന്ന് ചോദിക്കപ്പെട്ടു ഒരിക്കൽ പുണ്യ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബ് പറഞ്ഞു, എൻ്റെ തുടക്കം എന്നാൽ ദഅവത്തു അബി ഇബ്രാഹിം. അതൊരു പ്രത്യക്ഷത്തിൻ്റെ തുടക്കമാണ്, അതിനപ്പുറവും തുടക്കമുണ്ട്. അതെൻ്റെ പിതാവിൻ്റെ ദുആയാണ്. വബുശ്റാ ഈസാ, സയ്യിദ് ഇബ്രാഹിമിനെ അംഗീകരിക്കുന്ന അലൈഹിസ്സലാം ഒരാൾക്കും ഹബീബ് നിഷേധിക്കാൻ കഴിയില്ല. വബുശ്റാ ഈസാ, അത് ഈസാ നബിയുടെ സന്തോഷ വാർത്തയാണ്. സയ്യിദുനാ ഈസാ സന്തോഷ വാർത്ത അറിയിച്ചു. മുബശ്ശിറൻ ബിറസൂലി യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്ന ഒരാൾ വരുന്നുണ്ട് എനിക്ക് ശേഷം. ആ ആൾ ഞാൻ പോയാലേ വരൂ, അതുകൊണ്ട് ഞാൻ പോകുന്നു. പിന്നെ ഒരാളും വന്നില്ല. പുണ്യ റസൂലിൻ്റെ കാലം വരെ ഫത്രത്തുൽ വഹയായി. എന്തുകൊണ്ട്? എനിക്ക് ശേഷം വരും എന്ന് ഈസാ നബി പറഞ്ഞ ആൾ പിന്നൊരാൾ ഇടയിൽ വന്നില്ല. 500 ചില്ലാനം കൊല്ലം. ഒരഭിപ്രായം ഹിജ്റ AD 32 ഈസാ ഉയർത്തപ്പെട്ടത് അലൈഹിസ്സലാം. പിന്നീട് പുണ്യ റസൂൽ വരുന്നത് 571. അതുവരെയും ഈ ഭൂഗോളത്തിന് മുകളിൽ ഒരു നബി വന്നില്ല. ഫത്രത്തുൽ വഹ്യ, അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം മുറിഞ്ഞുപോയി. എന്തുകൊണ്ട്? വരേണ്ട ആൾ വരേണ്ടതുണ്ട്. അങ്ങയുടെ തുടക്കം എന്താണ് നബിയെ? അപ്പോൾ പറഞ്ഞു ദഅവത്തു അബി ഇബ്രാഹിം വബുശ്റാ ഈസാ. ഇതിൻ്റെയും അപ്പുറത്തുണ്ട്. വറഅത് ഉമ്മി അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളാഅത് മിൻഹു ഖുസൂറു ശാം. ഷാമിലെ കൊട്ടാരങ്ങൾ എൻ്റെ ഉമ്മാക്ക് വെളിപ്പെട്ട് കിട്ടി. ഒരു പ്രത്യേകമായ വെളിച്ചം എൻ്റെ ഉമ്മാക്ക് ലഭ്യമായി. പ്രസവവേളയിൽ ഷാമിലെ കൊട്ടാരങ്ങൾ വളരെ വ്യക്തമായി എൻ്റെ ഉമ്മ ദർശിക്കുകയുണ്ടായി. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം ത്വബറാനി തൻ്റെ മുഅ്ജമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയുമുണ്ട്. അതൊക്കെ മുതവാത്തിർ പോലെയാണ് മുഅ്മിനീങ്ങൾക്കിടയിൽ. അപ്പോൾ എവിടെയും പരിശുദ്ധമാണ് പുണ്യ റസൂൽ മുസ്തഫ. തുടക്കം ഒടുക്കം എല്ലാവരും. തുടക്കവും ഒടുക്കവും മനോഹാരിത നിറഞ്ഞ, പരിശുദ്ധത നിറഞ്ഞ, ഔന്നത്യം നിറഞ്ഞ, എല്ലാ നന്മയുടെ സീമയുടെയും അപ്പുറത്തുള്ള ഒരു മഹാനെ പറഞ്ഞ് ഞാനങ്ങനെ ആ പൂർണ്ണതയുടെ രാത്രിയിൽ പൂർണ്ണമായും ഉറക്കിളച്ചുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ട്? മഹബൂബ് പറയുമ്പോൾ ഹബീബിന് പിന്നെ മുഹബിന് പിന്നെ അങ്ങനെ ഉറങ്ങാനൊന്നും കഴിയില്ല. അത്രയും വലിയ ഇഷ്ക് അവർക്കിടയിലുണ്ട്.
എന്തുകൊണ്ട്? ഇത് ഹലീഫ് വറാമാണ്, ഇത് മുഹയ്യമാണ്. മുഹയ്യം എന്നാൽ മിനൽ ഹുബ്ബി അൽ ജുനൂനു മിനൽ ഹുബ്ബി, പ്രേമത്തിൻ്റെ ഒരു ഭ്രാന്താണ്. എന്നാൽ ഭ്രാന്താണോ? ഒരിക്കലുമല്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹബീബിനെ പ്രേമിച്ചവർക്കൊക്കെ ഒരു പ്രേമത്തിൻ്റെ ഭ്രാന്താണ്. റാബിഅ പറഞ്ഞില്ലേ, രാജാവ് കല്യാണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞില്ലേ, അള്ളാഹുവിനെയും ഹബീബിനെയും ഈ നെഞ്ചകത്ത് കയറ്റിവെച്ചത് കൊണ്ട് ഇനി വേറൊരാൾക്ക് കൊടുക്കാൻ ഇടമില്ല. കൽബിൻ്റെ ഉള്ളിൽ രാജാവേ അഫ്വൻ, മാപ്പാക്കണം, വേറൊരാൾക്ക് കൊടുക്കാൻ ഇവിടെ സ്ഥലമില്ല. രാജാവാണ് റാബിഅയെ കല്യാണം അന്വേഷിച്ചത് റളിയല്ലാഹു അൻഹാ. പലവട്ടം ആളെ അയച്ചു, പിന്നെ സമ്മതിച്ചില്ല. അപ്പോഴൊന്നും സമ്മതിച്ചില്ല. പിന്നെ രാജാവ് തന്നെ വന്നു, ഭവതി എൻ്റെ ഭാര്യയാകണം, ഒന്നിനുമല്ല എൻ്റെ കട്ടിലിൽ വരേണ്ട, ഒന്നും വരേണ്ട, ഒന്നും ചെയ്യേണ്ട, ഒരു ഖിദ്മത്തും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട, എൻ്റെ കട്ടിലിലോ എൻ്റെ കിടക്കയിലോ എൻ്റെ കിടപ്പ് മുറിയിലോ വരേണ്ട, ഒന്നും ചെയ്യേണ്ട. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ റാബിഅയുടെ ഭർത്താവാണെന്നൊരു സന്തോഷമുണ്ടാകുമല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലാതെ ഒരു റഹ്മത്തുമില്ലാത്ത നാളിൽ. അപ്പോൾ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, പക്ഷേ ഭർത്താവിനെ പ്രേമിക്കൽ ഭാര്യക്ക് നിർബന്ധമല്ലേ രാജാവേ? ഒന്നും ചെയ്യേണ്ട, പക്ഷെ പ്രേമിക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, അതെ, പ്രേമിക്കണം. അപ്പോൾ മഹദി റാബിഅ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തിൽ ഇല്ലല്ലോ ഒരു അല്പം ഇടം പോലും, ഒരല്പം ഇടം പോലും, സിവാ ഒരല്പം പോലും ഇല്ല, ഇല്ലാ ലി മഹബ്ബത്തി റബ്ബി വലി മഹബ്ബത്തി ഹബീബി അൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഹബീബിൻ്റെ ആശിഖത്താണ്, റബ്ബിൻ്റെ ആശിഖത്താണ്. എനിക്ക് ഇവിടെ ഒരു ഇടമില്ല, സ്ഥലം കൊടുക്കാനില്ല. അപ്പോൾ പിന്നെ അഫ്വൻ, മാപ്പാക്കണം, എനിക്ക് വേറൊരാളെ പ്രേമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, മാപ്പാക്കണം. ഭാര്യക്ക് ഭർത്താവിനെ പ്രേമിക്കണ്ടേ? അത് പ്രേമിക്കണം, പക്ഷെ അതിനും എനിക്കിടമില്ല. അതുകൊണ്ട് സഹ്റാന മുൻഷിദൻ ലിദിക്രില്ലദീ ഖത്വാബ ബദ്അൻ വമഖ്തമ, തുടക്കവും ഒടുക്കവും പരിശുദ്ധനായ ഒരാളെ ഓർത്തുകൊണ്ടങ്ങനെ പാടിപ്പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ രാത്രിയെ സമ്പൂർണമായി ഉറക്കം വിളിച്ച് തീർത്തുകൊണ്ടേയിരുന്നു. ഇൻഷാ അല്ലാഹ് ബദ്അൻ വമഖ്തമൻ എന്നതിൻ്റെ ഒരല്പ വിശദീകരണം നാളെ പറയും. പരമാവധി ഓടും ഇൻഷാ അല്ലാഹ്. അനവധി ആയിരക്കണക്കായ വരികളാണ്. ഓരോ വരിയിൽ നിന്നും ത്രസിച്ച് നിൽക്കുന്ന ഹബ്ബിന് കൽബിലേക്ക് കയറിയിട്ട് ഞാനും നീയും ആശിഖും ആശിഖത്തുമാകണം. എന്നിട്ട് റാഹത്തുണ്ടാകണം ഹബീബിൽ. റാഹത്തിൽ ആശിഖീൻ, റാഹത്തിൽ ആശിഖീൻ. നമ്മൾക്ക് ആശിഖീങ്ങളാകണം, ആശിഖാത്താകണം. എന്നിട്ട് ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ നമുക്ക് റാഹത്തുണ്ടാകണം. ആരിൽ? ഹബീബിൽ. ആ അവസ്ഥയിലേക്ക് ഉയരണം. ആ അവസ്ഥയാണ് മുഅ്മിനിൻ്റെ അവസ്ഥ. അതിനപ്പുറം ഒന്നുമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കും. അള്ളാഹു ഒരൊറ്റ തവണ കൂടെ ആ ബൈത്ത് മൊത്തത്തിലൊന്ന് ചൊല്ലി നോക്ക്. القلب إلا أن يكون متيما ألف غرام بالنبي مهيما أبيت بليل التم أبي التم അങ്ങനെയൊക്കെ പറയും. أبيت بليل التم سهران منشدا لذكر الذي قد طاب بدءا ومختما أسجل فيه الورقا ليلي وجيرتي نيام وجفني كالمذأني بمغرما ونظلم در اللفظ في ذكر وصفيه في ذكر وصفيه وأحسن بوصف البدر درا منظما محمد مفتاح الفتوحات سيدي وخاتم سلك الرسل ختما مقدما به نال كل الأنبياء منالهم به زينة الحضارات وقر وعظما رسول من المولى وآدم لم يكن ويبقى رسولا دائما ومعظما. الله നമുക്ക് തൗഫീഖ് തരട്ടെ.
ഈ പരിശുദ്ധ ദീവാനിൻ്റെ 1000 ദിവസം കേൾക്കാനും പറയാനും എനിക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ.